മലപ്പുറം കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് ഒരു കുട്ടിയടക്കം 6 പേർക്ക് പരിക്ക്. വിവാഹ നിശ്ചയത്തിന് പോയ സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് മറ്റു വാഹനങ്ങളിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഉച്ചയ്ക്ക് 12:30യോടെയാണ് ദേശീയപാതയിൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഇത്തരത്തിൽ ബസ് മറിഞ്ഞു എന്നൊരു വാർത്ത വരുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ ഈ ദേശീയപാത മേൽപ്പാലത്തിന് സമീപം എത്തുമ്പോൾ വീതി കുറയുകയാണ്. അപ്പോൾ മറ്റൊരു വാഹനത്തിന് വഴി കൊടുക്കവേ വഴിയാണ് നിയന്ത്രണം വിട്ട് ബസ് മറിയുന്നത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയത്. ആദ്യം ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ കാറിനിടിച്ചാണ് ബസ് മറിയുന്നത്. മറ്റൊരു കാറിന് മുകളിലേക്കും ബസ് പതിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവസരോചിതമായി തന്നെ നടന്നു. ആളുകളെ പെട്ടെന്ന് പുറത്തെടുത്ത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്കും കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റാൻ സാധിച്ചു. ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് എന്നുള്ളതും 5 പേർക്ക് അത്തരത്തിൽ പരിക്കേറ്റു എന്നുള്ള വാർത്തയുമാണ് പ്രാഥമികമായി തന്നെ വന്നത്. ഒപ്പം തന്നെ മറ്റ് ആളുകളെ നിസ്സാര പരിക്കുകളുള്ള ആളുകളുണ്ട്. മറ്റാളുകളെ പൂർണ്ണമായും ആശുപത്രിയിൽ എത്തിച്ചു. അവരുടെയൊക്കെ നില തൃപ്തികരമാണ് എന്നുള്ളത് തന്നെയാണ്. ഈ KNRCയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രാത്രി കാലങ്ങളിലൊക്കെ അപകടങ്ങൾ പതിവാകുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞു വെക്കുന്നത്. ഇത്രയും സൗകര്യത്തിൽ കിടക്കുന്ന ഈ റോഡിൽ കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഞങ്ങൾ ഡെയിലി കാണുന്നതാണ്. അമിത വേഗത ഉണ്ടാവും വണ്ടിക്ക്. അത്രയും ഒരു 80% 50% ബസ്സുകൾക്ക് തന്നെ അനുവദിച്ച വേഗത ഉണ്ട്. ആ വേഗതയിൽ തന്നെ അത് വന്നാൽ തന്നെ ഇവിടെ വരുമ്പോൾ ഈ സൈഡിൽ വരുമ്പോൾ ഇവിടെ വണ്ടി ഉണ്ടാവും. അപ്പോൾ നേരെ അപ്പുറത്തെ സൈഡിൽ കട്ട് ചെയ്യും. അതിലവിടെ കുഴിയാണ്. അതിൽ സ്വാഭാവികമായിട്ട് റോഡുകളിൽ നിന്ന് അപകടം സംഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്. നമ്മൾ അറിഞ്ഞപാട് സ്പോട്ടിലൂടെ എത്തി. പക്ഷേ ഇവിടെ സ്ഥിരം നമ്മൾ 1, 2, 3 കേസുകൾ ഇവിടുന്ന് ഡെയിലി കൊണ്ടുപോകുന്നുണ്ട്. എന്താ വെച്ചാൽ രാത്രി ലോങ് യാത്രക്കാർ വരുമ്പോൾ ഈ എഡ്ജ് അറിയാൻ കഴിയണില്ല. നമ്മൾ പല പ്രാവശ്യം ഇവരോടൊക്കെ പരാതികൾ പറഞ്ഞാണ്. ഇവിടെ അതിൻ്റെ സംവിധാനങ്ങൾ വെക്കണം, ലൈറ്റോ സാധനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു സ്ഥിരമായ ഒരു സംഭവമായി മാറിയിട്ടുണ്ട് ഇവിടെ. അത് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞു വെക്കുന്നത്. ഒരു നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുമ്പോൾ ദേശീയപാതയ്ക്ക് സമീപം ഒരു സൂചനാ ബോർഡ് പോലും കൃത്യമായി ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഇതുപോലുള്ള വെട്ടുകളും കുഴികളും റോട്ടിലുള്ളതും അപകടത്തിന് കാരണമാകുന്നുണ്ട്. അതിൽ ഒരു അടിയന്തര ഇടപെടൽ തന്നെ ഈ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നവരും അധികൃതരും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതിന് ഇപ്പോഴുണ്ടായ ഈ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം ഒരു പാഠമായി മുന്നിലുണ്ടാകണം എന്ന് തന്നെ നാട്ടുകാർ പരാതി പറയുകയാണ്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.